നമ്മുടെ ട്രിപ്പിൻ്റെ 4th ഡേ ആണ്. സോ ഇന്ന് നമ്മുടെ വിസിറ്റ് ചെയ്യുന്ന സ്ഥലം താജ്മഹലാണ്. നമ്മൾ വെളുപ്പിന് 5 മണിക്കാണ് പോകുന്നത്. നമ്മൾ 4:30 ആയപ്പോൾ എണീറ്റു. സോ നമ്മൾ അങ്ങോട്ടേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ബസ്സിൽ പോയി, നമ്മൾ കുറച്ച് ലേറ്റായി. ഈ ഗൈസ് നമ്മളിപ്പോഴും സ്റ്റിൽ ബസ്സിൽ തന്നെയാണ്. എവിടെയോ എത്തി, പക്ഷെ അറിയില്ല എവിടെയാണ്. പക്ഷെ നല്ല വ്യൂ ആയിരുന്നു. നമ്മൾ കിടന്ന് ഉറങ്ങായതുകൊണ്ട് ഒന്നും കാണാൻ പറ്റിയില്ല. കുറച്ച് കഴിയുമ്പോൾ എത്തുമെന്ന് തോന്നുന്നു. ഇവിടെ നിർത്തിയിട്ടേക്കാണ്, എന്തിനാന്ന് നമുക്ക് അറിഞ്ഞുവിടാം. നമ്മളിപ്പോൾ ഫുഡ് കഴിക്കാൻ നിർത്തിയേക്കുവാണ്. നമ്മൾ ഫുഡ് കഴിച്ചു. ഫുഡിൻ്റെ ക്ലിപ്പ് എടുക്കാൻ പറ്റില്ല, കാരണം നല്ല റഷായിരുന്നു. നല്ല ഫുഡായിരുന്നു. ഗൈസ്, ഇവിടെ 2 കുട്ടികൾ ഡാൻസ് കളിക്കുന്നുണ്ട്. ഇവിടെ കപ്പിൾസ് ആണെന്നാണ് ഇവർ പറയുന്നത്. നേഹയുടെ നാട്ടിലുള്ള ബോയ് ഫ്രണ്ട് തന്നെ കൊല്ലും. ഇവിടെ ഉറങ്ങുന്ന ആൾക്കാരുണ്ട്. ഇവരെടുത്ത് എന്നെ കൊല്ലും. ഇതാണ് ഞങ്ങളുടെ ടൂർ ഗൈഡ്. അണ്ണന്റെ കൂടെ നല്ല ഫുഡ് നമുക്ക് നല്ല ഫുഡാണ് കിട്ടിയത്. പിന്നെ അടിപൊളിയാണ് അണ്ണ. എനിക്ക് ടെൻഷനായി. കലാൻ വെള്ളി പറ്റി തിരിച്ചിരിക്കുന്ന ആതിരാക്ക്. ഇതാണ് അനുജ, ഇത് ജിസ്ന. നമ്മളെ വെട്ടിക്കാൻ അവർ വരുന്നുണ്ട്. ഞങ്ങൾ താജ്മഹലില്ല. ഇതാണ് അനീറ്റ. അവളെ കാണിച്ചവൾ എന്നെ വെട്ടും, പക്ഷെ ഞാൻ കാണിക്കും. ഹായ് സ്വാതി, എന്തേലും പറ. ഗൈസ്, ഇതാണ് എന്റെ വാലന്റൈൻ. പക്ഷെ അവള് യമുന എക്സ്പ്രസ് ഹൈവേ. ഇതാണ് നമ്മുടെ മാം. ഇതാണ് ഞങ്ങളുടെ സ്ട്രീറ്റ് മാം. ഇത് അനീഷ. ആഗ്ര യമുന എക്സ്പ്രസ് ഹൈവേ. ഇതാണ് ഗൈസ് യമുന എക്സ്പ്രസ് ഹൈവേ, ഡൽഹി ടു ആഗ്ര. നമ്മൾ 10 മണിക്ക് സ്നേഹ അറിയാം, പ്രീതം, നേഹ SR, പാടം, നന്ദന പ്രകാലം, ഉറങ്ങുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. നമുക്ക് ബാക്കിലോട്ട് പോവാം, അവരുടെ വിശേഷങ്ങൾ എന്താ. ഹായ് ഹന്ന. ഹായ് മീനാക്ഷി. ഗൈസ്, ഇവിടെ മേക്കപ്പ് ആണ്. കാണിച്ചു കൊടുക്കടി. ഞാനപ്പോ പാട്ട് കേൾക്കുമായിരുന്നു. എത്തിയോ? കഴിഞ്ഞല്ലേ. ഇതാണ് പ്രഭു. ഗൈസ്, നമ്മൾ ടച്ചപ്പിന് പോവാണ്. കാരണം നമ്മൾ രാവിലെ ടച്ചപ്പ് ചെയ്യാൻ പോവാണ്. കാരണം നമ്മൾ രാവിലെ കയറിയതാണ്. അപ്പൊ നമ്മൾ മേക്കപ്പ് ചെയ്യാൻ തീരുമാനിച്ചു. ഇവരൊക്കെ, ഞാനൊന്നും അധികം മേക്കപ്പ് ചെയ്യാത്തില്ല. നമ്മള് ആ ചുണ്ടും കണ്ണുകളും കണ്ടിട്ട് താങ്കൾ പറയേണ്ടതാണ്. ഇവർക്കൊക്കെ എന്തോ മേക്കപ്പ് ചെയ്യണമെന്ന്. ഇവർക്ക് ഗൈസ്, ഇത് എന്റെ കൈയാണ്. ദേവിന്റെ സ്റ്റോറി കാണുന്നത്. ഗൈസ്, അപ്പൊ നമ്മൾ ഇനി താജ്മഹലിൽ എത്തിയിട്ട് കാണാം. ബൈ. ഭയങ്കര
നമ്മൾ താജ്മഹലിലോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടുന്ന് കുറച്ചധികം നടക്കാൻ. ഇവിടെ കുരങ്ങന്മാരുണ്ട്. സോ എൻ്റെ ഫോണ് പോവാൻ ചാൻസ് ഉണ്ട്. ഈ വ്ളോഗ് വന്നില്ലെങ്കിൽ അതിനർത്ഥം എൻ്റെ ഫോണ് കുരങ്ങൻ കൊണ്ടുപോയി. പിന്നെ ഇവിടെ ഭയങ്കര റഷാന്ന് തോന്നുന്നു. അത്യാവശ്യം തിരക്കൊക്കെ കാണുന്നുണ്ട്. ബാക്കി അവിടെ എത്തിയിട്ട് കാണാം. അവിടെ ഒരു ഫാമിലി ഇരിക്കുന്നുണ്ട്. ചിമ്പാൻസിയാ സില്ലി ഡോഗ്സ്. ഈനർക്ക് ഇഷ്ടായി. ഏജ് റെസ്ട്രിക്ഷൻ വരും എനിക്ക് മിക്കവാറും. ഞാനിങ്ങനെ ഇവിടെ നിന്ന് ഇങ്ങനെ ഉഷ്ണാക്കാം. നിങ്ങൾ ഞാൻ ഫോറിനേക്ക് മാത്രം. നമസ്തേ നമസ്തേ. ചായ വേണ്ട മോളെ, ചായ പറ്റിയത് വേണ്ട. ഇവിടെ നിന്നാലോടി. ഇവിടെ നിന്നാലോടി. ഞങ്ങൾ ഓരോരുത്തർ പേടില്ല. വരുന്നു. പറയണേ, ശരിക്കും ചെയ്യണേ. നമുക്ക് ഈ കോയിൻ കിട്ടി. ഇതാണ് ഇവിടുത്തെ ടിക്കറ്റ് എന്ന് തോന്നുന്നു. അപ്പം നമ്മളിത് കാണിച്ചിട്ട് വേണം ഇതിൽ. ഇപ്പം നമ്മൾ പോകുന്നത് വെസ്റ്റ് ഗേറ്റിലോട്ടാണ് പോകുന്നത്. അതാണ് ഫസ്റ്റത്തെ ഗേറ്റ് എന്ന് തോന്നുന്നു. സോ നമ്മൾ അങ്ങോട്ടേക്ക് പോവാം. സോ നമ്മൾ അങ്ങോട്ടേക്ക് പോവാണ് ഗൈസ്. നമ്മളിപ്പം കയറാൻ പോകുന്നത് ഭയങ്കര റഷാണ് ഗൈസ്. ഭയങ്കര റഷ് എന്ന് പറഞ്ഞാൽ ഭയങ്കര റഷാണ്. മേ ബി സീസൺ ആയതുകൊണ്ട് ഗൈസ് നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഭയങ്കര റഷാണ്. എനിക്ക് തോന്നില്ല ഗൈസ് ഇപ്പൊ ഒന്ന് എത്തുമെന്ന്. അവിടെ എത്തിയിട്ട് ആണത്. അവിടെ എത്തിയിട്ട് ബാക്കിയാണ്. നമ്മളങ്ങനെ താജ്മഹൽ കണ്ടിരിക്കുകയാണ്. ഇതാണ് താജ്മഹൽ. നമ്മൾക്ക് അങ്ങോട്ടേക്ക് പോകണം. പക്ഷെ ഭയങ്കര റഷാണ്. നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. വീഡിയോ എടുക്കാനോ ഫോട്ടോ എടുക്കാനോ ഒന്നിനും പറ്റുന്നില്ല. ഭയങ്കര റഷാണ്. ഇത് ഭയങ്കര അടിപൊളിയാണ്. നല്ല രസമുണ്ട് കാണാനായിട്ട്. ഭയങ്കര റഷാണ്. ഒത്തിരി ആൾക്കാരുണ്ട്. നമ്മൾ എങ്ങനെ എടുക്കുമെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. ഇവിടെ ഫോട്ടോ എടുക്കണമെന്ന് വെച്ചാൽ ഈ സമയത്ത് വന്നെങ്കിൽ നടക്കുന്ന കാര്യമില്ല. കാരണം ഇത്രയും തിരക്കുണ്ട്. ഒരു കണക്കിന് അതിനുള്ള കോസ്റ്റ്യൂം ഇടാൻ നന്നായി ഇപ്പോൾ തോന്നുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റിഗ്രറ്റ് ആയേനെ. കാരണം ഒട്ടും ഫോട്ടോ എടുക്കാൻ പറ്റില്ല. കാരണം കണ്ടോ ഇത്ര ആൾക്കാരുണ്ട്. നമുക്ക് ജസ്റ്റ് ഇങ്ങനെ കാണാം. പക്ഷെ നല്ല രസമാണ് കാണാൻ. നമുക്ക് ഭയങ്കര അടിപൊളിയാണ്. ഇത് നേരിട്ട് കാണണം. അത്രയ്ക്ക് അടിപൊളിയാണ് ഈ സാധനം. ഇത്രയും നേരം ചൂടത്ത് നിന്നിട്ട് നമ്മളിവിടെ തണുപ്പ് കണ്ടപ്പോൾ ഒരു രാജസ്ഥാനിൽ നിന്ന് വരുത്തിച്ചാൽ മതി. ഇത് എല്ലാം രാജസ്ഥാനിൽ നിന്ന് വരുത്തിച്ച മാർബിൾ ആണെന്നാണ് പറഞ്ഞത്. അത് താഴെയല്ലേ? ഇത് സ്പെഷ്യൽ മാർബിൾ ആയിരിക്കും. മീഷോ ഫ്രം മുംതാസ് ഫ്രം മീഷോ. തീർത്ഥജലാണോ? പ്യൂരിഫൈഡ് വാട്ടർ കുടിക്കുന്ന ബീനാരി വ്ലോഗ്. ഞാനിവിടെ ട്രാപ്പായി. എൻ്റെ ആ ഒരു കോയിൻ കാണുന്നില്ല. ഞാൻ നേരത്തെ കാണിച്ചു തന്നത്. മിക്കവാറും ഞാനിവിടെ തന്നെ
എനിക്ക് പേടിയാവുന്നുണ്ട്, പക്ഷെ സാരമില്ല, ഇവിടെ താജ്മഹലിൽ ജീവിക്കാം, അല്ലാണ്ട് ഇപ്പോൾ വേറെ വഴിയില്ല. അതാണ് ഞങ്ങൾക്കും നല്ലതെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. നിന്നെ ഇവിടെ ആക്കിയിട്ട് പോകാനാണ് ഞങ്ങൾ തീരുമാനിച്ചത്. താങ്ക് യു. ഈ പോകാനാണ് ഗൈസ് അവർ മിസ്സാക്കിയത്. ഇത് ഞാൻ നേരത്തെ കാണിച്ചു തന്നില്ല, അത് എല്ലാവർക്കും ഉണ്ട്, എനിക്ക് മാത്രമില്ല. എനിക്ക് കിട്ടിയില്ല എന്ന് പറഞ്ഞാലോ? കിട്ടാതെ നീ എങ്ങനെ ഇതിനകത്ത് എനിക്ക് തോന്നുന്നത് ഡിസ്പ്ലേക്ക് കട്ട് ചെയ്ത് Sweet makkan tarbooj. അതാണ് ഗൈസ് ഇതിന്റെ പേര്. വാട്ടർമെലൺ ഇൻ ഹിന്ദി. ഇതാണ് സ്വീറ്റ് മക്കൻ തർബൂസ് മീൻസ് ഓൺലി ജസ്റ്റ് ടേസ്റ്റ് ആണ് ഗൈസ്. എന്താ ടേസ്റ്റ്? സ്വീറ്റാ? സ്വീറ്റ് ആണ്, വാട്ടർമെലണിന്റെ ടേസ്റ്റ് ഉണ്ട്. ഇറ്റ്സ് നൈസ്. നൈസ് ആണോ? കൊള്ളാം. ഓക്കെ, ഇവിടെ വന്നിട്ട് നമ്മളൊരു സ്വീറ്റ് കഴിച്ചതാണ്. നൈസ്. അത് എന്തോ പേര് നമുക്ക് എന്താ അറിയത്തില്ല, വാട്ടർമെലണിൻ്റെ ഒരു ടേസ്റ്റാണ്. നൈസ്. അങ്ങനെ നമ്മൾ താജ്മഹലിൽ നിന്ന് കണ്ടിറങ്ങി. ഉള്ളിൽ കയറാൻ പറ്റിയില്ല, ഉള്ളിൽ ഭയങ്കര തിരക്കാണ്. പിന്നെ 200 റുപ്പീസ് എക്സ്ട്രാ കൊടുക്കണം. സോ നമ്മൾ ഉള്ളിൽ കയറുന്നില്ല. നമ്മൾ ഇവിടെ കയറണമെങ്കിൽ 50 റുപ്പീസ് എടുത്ത് ഒരു കോയിൻ എടുക്കണം. അൺഫോർച്ചുനേറ്റ്ലി ആ കോയിൻ എൻ്റെ അടുത്ത് നിന്ന് മിസ്സായി. സോ എനിക്ക് തോന്നുന്നില്ല ഇവിടെ നിന്ന് പോകാൻ പറ്റും. മേ ബി ഞാനിവിടെ നിൽക്കും. ഓർ മാം പറഞ്ഞു ഒരു 100 റുപ്പീസ് കൊടുത്തു കഴിഞ്ഞാൽ സീനൊന്നുമില്ലാന്ന്. അങ്ങനെ 150 രൂപയ്ക്ക് ഞാനിപ്പോൾ താജ്മഹൽ കണ്ടു. കാരണം 50 രൂപയുടെ കോയിന് ഇപ്പോൾ 100 രൂപ എക്സ്ട്രാ കൊടുക്കണ്ട. ഞാൻ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതൊക്കെ തന്നെ അവസ്ഥ. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇനിയിപ്പം നമുക്ക് റെഡ് ഫോർട്ട് പോകുന്നുണ്ട്, ആഗ്ര ഫോർട്ട്. സോ അവിടെ പോവാം. പിന്നെ നമ്മളിവിടെ കുറേ ഫോട്ടോസൊക്കെ എടുത്തു ഗൈസ്. ഇതിപ്പോൾ ഫോട്ടോസ് കാണേണ്ടവർ മൈ ഇൻസ്റ്റഗ്രാം ഡു ചെക്ക് ഔട്ട്. ആൻഡ് കല ആതിര ആൻഡ് അത്രയേ ഉള്ളൂ ഗൈസ്. ബൈ.